BLM വെഞ്ഞാറമൂട് ശാഖയുടെ ഒന്നാം വാർഷികം വിപുലമായി ആഘോഷിച്ചു. BLM എക്സിക്യൂട്ടീവ് ഡയറക്ടർ അനുറാം ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ മികച്ച ഓൺലൈൻ മാധ്യമത്തിനുള്ള പ്രേം നസീർ പുരസ്കാരം ലഭിച്ച BLMന്റെ മാധ്യമ സ്ഥാപനമായ M5 ന്യൂസിനെ BLM വെഞ്ഞാറമൂട് ശാഖ ആദരിച്ചു. രാജ്യത്തെ ഏറ്റവും മികച്ച സഹകരണ സ്ഥാപനമായ ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ 125ാമത് ശാഖയായി പ്രവർത്തനം ആരംഭിച്ച BLM വെഞ്ഞാറമൂട് ശാഖയുടെ ഒന്നാം വാർഷികമാണ് വിപുലമായി ആഘോഷിച്ചത്. 2 പതിറ്റാണ്ടുകളിലേറെയായി ഏറ്റവും മികച്ച രീതിയിൽ കേരളം, തമിഴ്നാട്, പുതുച്ചേരി തുടങ്ങിയ സംസ്ഥാനങ്ങളിലായി 10 ലക്ഷത്തോളം അംഗങ്ങളുള്ള ഇന്ത്യയിലെ ഏറ്റവും വലുതും മികച്ചതുമായ ഹൗസിംഗ് സഹകരണ സ്ഥാപനങ്ങളിൽ ഒന്നാണ് ആർ പ്രേംകുമാർ ചെയർമാനായ ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. വെഞ്ഞാറമൂട് ശാഖയുടെ ഒന്നാം വാർഷികാഘോഷം BLM എക്സിക്യൂട്ടീവ് ഡയറക്ടർ അനുറാം ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ഞാൻ ഇവിടെ വളരെ സന്തോഷത്തിലാണ് ഇരിക്കുന്നത്. കാരണം ഒന്നുമല്ലാതിരുന്നൊരു കാലത്ത് ഒന്നുമല്ലാതിരുന്നൊരു അനുറാം ഉണ്ടായിരുന്നു, ആർക്കും അറിയപ്പെടാതിരുന്നൊരു അനുറാം. അങ്ങനെയുള്ള എനിക്ക് ഇങ്ങനൊരു വേദിയിൽ ഈ ബദ്ധദീപം കൊളുത്താൻ, ഉദ്ഘാടനം ചെയ്യാൻ, ഉദ്ഘാടന പ്രസംഗം, അതായത് ഉദ്ഘാടന പ്രസംഗം എന്ന് പറയാം, അത് കൊതിയാണ്. കാരണം ഉദ്ഘാടന പ്രസംഗത്തിന് ഒരു അവസരം കിട്ടുക എന്നെ പോലത്തെ സാധാരണക്കാരായിട്ടുള്ള ഒരു വ്യക്തിക്ക് ഇങ്ങനൊരു അവസരം കിട്ടുക വെച്ചാൽ ദൈവം നമുക്ക് തരുന്ന ഒരു അവസരമാണ്. അതൊരു ഭാഗ്യം എന്ന് പറയാമെങ്കിലും ഭാഗ്യം വരുന്നത് നമ്മുടെ കഠിന പ്രയത്നത്തിലൂടെയാണ് ഭാഗ്യം വരിക എന്ന് വിശ്വസിക്കുന്നതിനാണ് ഞാൻ. ഇല്ലെങ്കിൽ ലോട്ടറി അടിച്ചിട്ട് വരുന്ന കുറച്ച് പൈസ കിട്ടും, അത് അതുപോലെ പോകും. പക്ഷെ ഇതല്ല, നമ്മൾക്ക് ഭാഗ്യം, ഈ BLM വന്ന ഓരോരുത്തരും ഭാഗ്യം ചെയ്തവരാണ്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഈ പ്രസ്ഥാനത്തിൽ വരാനും ഇരിക്കാനും ഇതിനുവേണ്ടി പ്രവർത്തിക്കാനും ഒക്കെ തോന്നുമെന്ന് DGM ജ്യോതി പ്രകാശ് മുഖ്യ പ്രഭാഷണം നടത്തി. നമ്മളിവിടെ ഒന്നാം വാർഷികം ആഘോഷിക്കുമ്പം ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് സ്ത്രീ ശാക്തീകരണത്തിൻ്റെതാണെന്ന് നേരത്തെ സ്വാഗതം പറയുമ്പോൾ കോർഡിനേറ്റർ പറഞ്ഞു. സ്ത്രീ ശാക്തീകരണം പറയുമ്പോൾ ഇന്ന് BLMലെ 70% വരുന്ന സ്ത്രീജനങ്ങൾ ആണ് ഉള്ളത്. BLMൽ വർക്ക് ചെയ്യുന്ന 70% ആൾക്കാർ സ്ത്രീജനങ്ങളാണ്. അപ്പം നാളുകളിൽ സമൂഹത്തിലൊരു ചോദ്യം വരും, സ്ത്രീ ശാക്തീകരണത്തിൻ്റെ മാതൃകയായി പ്രവർത്തിക്കുന്ന ഏത് പ്രസ്ഥാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാരോ കേന്ദ്ര സർക്കാരോ ആരും ആയിക്കൊള്ളട്ടെ, അതിനൊരു അവാർഡ് നൽകിയിട്ടുണ്ടെങ്കിൽ അത് BLMനാ കിട്ടുക സ്ത്രീ ശാക്തീകരണത്തിൻ്റെ കാര്യത്തിൽ. അങ്ങനെയാണെങ്കിൽ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ കാര്യത്തിൽ BLM ആണെങ്കിൽ BLMന്റെ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ബ്രാഞ്ച് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒട്ടും സംശയമില്ലാതെ നമുക്ക് പറയാൻ പറ്റും, അത് വെഞ്ഞാറമൂടാണ്. ചടങ്ങിൽ മികച്ച ഓൺലൈൻ മാധ്യമത്തിനുള്ള പ്രേം നസീർ പുരസ്കാരം ലഭിച്ച BLMന്റെ മാധ്യമ സ്ഥാപനമായ M5 ന്യൂസിനെ BLM വെഞ്ഞാറമൂട് ശാഖ ആദരിച്ചു. ഓൺലൈൻ മാധ്യമ ലോകത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് ജനങ്ങൾക്കിടയിൽ ശ്രദ്ധയാകർഷിച്ച M5 ന്യൂസ് BLMന് മുതൽക്കൂട്ടാണെന്ന് DGM ജ്യോതി പ്രകാശ് പറഞ്ഞു. നമ്മുടെ ഇവിടെ പ്രകാശ് പട്ടേക്കാട് ഇവിടെ എത്തിയിട്ടുണ്ട്. M5 എന്ന് പറയുന്ന ഒരു ചാനലുണ്ട്. ഈ ചാനലിനെ കുറിച്ചും കഴിഞ്ഞ ദിവസം കിട്ടിയ അവാർഡിനെ കുറിച്ചും രണ്ട് വാർത്ത. ഒന്ന്, നമ്മുടെ ഈ ചാനൽ നടത്തുന്നത് നമുക്കറിയാം മീഡിയ ഹെഡ് സന്ദീപ് നായരാണ്. ഇവിടെ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്. ആ അദ്ദേഹത്തിനെ BLM M5 എന്ന് പറഞ്ഞ ചാനൽ തുടങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് ഇതിനെ ഏൽപ്പിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കഴിവും ഭാവനയും ഒരൊറ്റ ഫോട്ടോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കും. നിങ്ങൾ ഒരു കലണ്ടർ ഇറക്കാന്ന് വെച്ചപ്പോൾ ഞാൻ സന്ദീപിനോട് പറഞ്ഞു, ചെയർമാൻ്റെ ഒരു ഫോട്ടോ വേണം. അദ്ദേഹം ഒരു ഫോട്ടോ എടുത്ത് കലണ്ടർ എടുത്തു. അപ്പോൾ നേരത്തെ മോണോലിസിയെ കുറിച്ച് പറയാൻ ആ ഫോട്ടോ നിങ്ങൾ ചെയർമാൻ്റെ ഫോട്ടോ ഒന്ന് സൂക്ഷിച്ചു നോക്കുക. നിങ്ങളുടെ ബ്രാഞ്ചുകളിൽ ഉണ്ടാകും, നിങ്ങളുടെ കയ്യിലുണ്ടാകും. ആ ഫോട്ടോയിൽ കാണാവുന്നത് അദ്ദേഹത്തിന്റെ ഭാവം അവിടെ സൗമ്യഭാവമാണോ രൗദ്രഭാവമാണോ? നിങ്ങൾ ചെയർമാനെ ഈശ്വരന് തുല്യമായി കാണുന്നതെങ്കിൽ ആ ഭാവം നിങ്ങൾക്ക് മനോഹരമായി സൂക്ഷിച്ചു നോക്കിയാൽ കാണാം അദ്ദേഹത്തിന്റെ സൗമ്യഭാവം, ആ ദൈവതുല്യമായ ഭാവം കാണാം. അതല്ല, ശത്രുക്കൾക്ക് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആ ഫോട്ടോയിലെ ഭാവം നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗർജിക്കുന്ന സിംഹത്തിന്റെ ഫോട്ടോ ആയിരിക്കും നിങ്ങൾക്ക് അതിൽ കാണുക. ഇനി ഒന്നും കൂടി നോക്കിക്കഴിഞ്ഞാൽ പിന്നീട് ചോദിക്കുകയാണ് മോണോലിസന്റെ ബാക്ക്ഗ്രൗണ്ട് പോലെ ആ പാലത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ എത്ര മനോഹരമായാണ് സന്ദീപ് ആ ഫോട്ടോ ഇറക്കിയിരിക്കുന്നത്. ആ സന്ദീപിനെയാണ് M5 ചാനലിന്റെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്നത്, സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ
തൈക്കാടുള്ള എന്താ ഭവനത്തിൻ്റെ പേര് ആലോചിക്കുന്നത്, അവിടെ വെച്ച് ഒരുപാട് പ്രേം നസീർ സുഹൃത്ത് സമിതിയുടെ പേരിൽ ഒരുപാട് ദൃശ്യമാധ്യമങ്ങൾക്ക് അവാർഡ് കൊടുത്തു. ആ അവാർഡിൽ ഒരു അവാർഡ് നേടിയത് നമ്മുടെ BLM-ന്റെ M5 ചാനലാണ്. ആ M5 ചാനലിൻ്റെ അവാർഡ് ഏറ്റുവാങ്ങിയത് ജസ്റ്റിസ് കമൽ പാഷയുടെ കയ്യിൽ നിന്നും സിനിമ പിന്നണി ഗായകനായ വേണുഗോപാലിൻ്റെയും ആ ജൂറി ആയിരിക്കുന്ന സിനിമാ നടൻ പ്രേംകുമാറിൻ്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള ചടങ്ങ് അന്ന് ഇദ്ദേഹം ഏറ്റുവാങ്ങി. ആ അവാർഡ് ഏറ്റുവാങ്ങാൻ വന്ന ആ M5-ന്റെ പ്രതിനിധി പ്രകാശനും M5-ന്റെ ചാനലിനും അതുപോലെ തന്നെ സന്ദീപ് നായർക്കും കൃത്യമായ ആശംസകൾ വെഞ്ഞാറമൂടിൻ്റെ ഈ മണ്ണിൽ വെച്ച് ഈ ബ്രാഞ്ചിന്റെ 1ാം വാർഷികം വെച്ച് ഞാൻ ആശംസകൾ നേരാൻ ആഗ്രഹിക്കുകയാണ് എല്ലാവർക്കും. നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങളിലൂടെ അനേകായിരങ്ങൾക്ക് ആശ്വാസമേകാനും സൊസൈറ്റിക്കായിട്ടുണ്ട്. നിർധനരായ രോഗികൾക്ക് ചികിത്സാ ചെലവും പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പഠന ചെലവിനും പുറമെ സർക്കാരുമായി സഹകരിച്ച നിർധനരായ കുടുംബങ്ങൾക്ക് 5 സെന്റ് ഭൂമിയോടുകൂടി 28 വീടുകൾ നിർമ്മിച്ചു നൽകും. കഴിഞ്ഞ 21 വർഷത്തിനിടയിൽ അംഗങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് കാലതാമസമില്ലാതെ ആശങ്കകൾക്കോ പരാതികൾക്കോ വക നൽകാതെ കൃത്യമായി ലാഭവിഹിതം ഉൾപ്പെടെയുള്ള സകല ആനുകൂല്യങ്ങളും സമയബന്ധിതമായി വിതരണം ചെയ്തു വരുന്ന സൊസൈറ്റി രാജ്യമെമ്പാടുമുള്ള മറ്റു സഹകരണ സ്ഥാപനങ്ങൾക്ക് മാതൃകയാണ്. വെഞ്ഞാറമൂട് BLM ശാഖയുടെ സമീപം നടന്ന ചടങ്ങിൽ സീനിയർ കോർഡിനേറ്റർ സന്തോഷ് അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ കോർഡിനേറ്റർ കീർത്തന AV സ്വാഗതം പറഞ്ഞു. സോണൽ ഹെഡ് സച്ചിരാജ, റീജിയണൽ ഹെഡ് രാജൻ, റീജിയണൽ ഹെഡ് ആഷാദ്, നിഷ, ഷിബു തുടങ്ങിയവർ പങ്കെടുത്തു. M5 ന്യൂസ്, തിരുവനന്തപുരം.